ഏതൊരു വിപ്ലവകാരിയും വാവിട്ട് കരയുന്ന ചില നിമിഷങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാനങ്ങനെ 2 പ്രാവശ്യമേ കരഞ്ഞിട്ടുള്ളൂ. അതെപ്പോഴൊക്കെയാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടായില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാം. ഒരു വെക്കേഷൻ കാലം റീത്ത കോളേജ് അടച്ച് നാട്ടിലേക്ക് വരികയായിരുന്നു. തീവണ്ടിയിലായിരുന്നു യാത്ര. 2 കമ്പാർട്ട്മെൻറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം വെള്ളക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. റീത്ത പ്രതിഷേധിച്ചു. ബെഞ്ചമിൻ്റെയും ബ്രിട്ടോയുടെയും അനിയത്തിയല്ലേ. അവൾ ബലമായി കമ്പാർട്ട്മെൻറ്റിൽ കയറി. 5 മണിക്കൂർ നേരത്തെ തീവണ്ടി യാത്രയ്ക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തിയവൾ തീവണ്ടിയിൽ നിന്ന് ഇറങ്ങുകയില്ലായിരുന്നു. ആരൊക്കെയോ ചേർന്ന് അവിടെ വലിച്ചെറിയുകയായിരുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി രക്തത്തിൽ കുളിച്ചെൻ്റെ പൊന്നു പെങ്ങൾ വേച്ച് വേച്ചെൻ്റെ കൈകളിൽ വന്നു വീണു. ഞാൻ ആദ്യമേ കരഞ്ഞതാണ്. അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചു. കറുത്തവർഗക്കാരായ പാവങ്ങളെ പിടികൂടാൻ വേണ്ടി പട്ടാളക്കാർ ഭ്രാന്തൻ നായ്ക്കളെ പോലെ ഓടി നടന്നിരുന്ന കാലം. ഒരു പട്ടാപ്പകൽ ഒരു പട്ടാളക്കാരൻ അവളുടെ കുഞ്ഞിനെ എടുത്തു മേലോട്ടെറിഞ്ഞു. ആ കുഞ്ഞു വന്ന് വീണത് താഴേക്കായിരുന്നില്ല, ആ പട്ടാളക്കാരൻ്റെ തൂക്കിൻ്റെ ബോയ്നറ്റിലേക്കായിരുന്നു. രണ്ടാമതും പറയൂ ജോൺസൺ, ഒരു കുഞ്ഞിൻ്റെ അമ്മയെ വിവാഹം കഴിക്കാനുള്ള മനസാന്നിധ്യം താങ്കൾക്കുണ്ടോ? 3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയത്. ഒരുപാട് വേദനിച്ചതാവണം. ദയവ് ചെയ്ത് ഇനിയും അവളെ വേദനിപ്പിക്കാതെ. ഏട്ടൻ്റെ അപേക്ഷയാണ്, പ്ലീസ്.